വേണ്ടി എന്ത് കാട്ടുക, ഈ ഇവർ ഇണചേരട്ടെ. അതിൽ കൂടെ ഈ ഭൂമിയിൽ തലമുറ അല്ലെങ്കിൽ ജനങ്ങളെ എല്ലാ ജീവികളും ജീവജാലങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാശക്കരം ഇങ്ങനെ ഉണ്ടായി കൊടുക്കുന്നു. അപ്പം ഇതിന് ഒരാൾ മുൻകൈ എടുക്കണം ഇത് ചെയ്യണമെങ്കിൽ. അപ്പം എന്താ കാട്ടി, അത് പുരുഷനിട്ട് കൊടുത്തു. ആ പുരുഷന് കുറച്ച് കാമാസക്തി എന്ന ഒരു വികാരം അധികം ഇട്ട് കൊടുത്തു, കണ്ണിൽ കൂടെ കൊടുത്തു. അതിങ്ങനെയൊക്കെയാണ്. അപ്പം സ്ത്രീയുടെ ഓരോരോ അംഗവികൾ. ഇപ്പം നമുക്കറിയാം സ്ത്രീയെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള സ്ത്രീയെ സൃഷ്ടിച്ചല്ലേ. അവരുടെ ഓരോ ഭാഗങ്ങളും പുരുഷന്മാർക്കും ഓരോ രീതിയിലായിരിക്കും സ്ത്രീയോടുള്ള ആ കമ്പം വരിക. ചിലർക്ക് ഫേസ് ആകാം, ചിലർക്ക് അവരുടെ സംസാരമാകാം, ചിലർക്ക് അവരുടെ എന്താ പറയുക ഫ്രണ്ടാകാം, ചിലർക്ക് ബാക്ക് സൈഡ് ആകാം, പല കോലത്തിലും ആകാം. മതി അതൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ കാണില്ലേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളൊക്കെ എടുത്ത് നോക്കി, ടൈറ്റ് ഡ്രസ്സ് ഇട്ട് വന്ന സ്ത്രീകൾ, ടൈറ്റ് ഡ്രസ്സുകൾ ഇട്ട് വരുന്ന ഏതെങ്കിലും സ്ത്രീകൾ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ നോക്കി, അവർക്ക് കണ്ടമാനം ഫോളോവേഴ്സ് ഉണ്ടാവും. ഈ ഫോളോവേഴ്സ് ആരാണ്? ലേഡീസ് അല്ലതേ, ഇതൊക്കെ ചെക്കന്മാരും ആണുങ്ങളുമാണ്. അതേപോലെ തന്നെ സെക്സ് സംസാരിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പം നമുക്കെന്താ കുറേ അറിയാലോ, നമുക്ക് കുറേ അറിയാം സ്ത്രീകളെ, നമ്മൾ കുറേ കാണുന്നതാണ്, പേര് ഞാൻ പറയില്ല. അവർക്കും കണ്ടമാനം ഫോളോവേഴ്സ് ഉണ്ടാവും, സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും. അതൊരു വികാരമാണ്. അപ്പോൾ പുരുഷൻ അടുത്തത് എന്താണ്? സംസാരത്തിൽ കൂടെ സെക്സ് ആസ്വദിക്കുക, കാഴ്ചയിൽ കൂടെ സെക്സ് ആസ്വദിക്കുക, കേൾവി കൂടെ സെക്സ് ആസ്വദിക്കുക, അതൊക്കെ ഉണ്ട്. അപ്പം സ്ത്രീയുടെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സംസാരത്തിൽ കൂടെ എന്ന് വരുന്ന പറഞ്ഞു, കേൾവി കൂടെ അവർക്ക് അങ്ങനെ അവർ വികാരപ്പെടുത്തലാകാം. കണ്ട് വിചാരിച്ച് അവർക്കൊന്നും വരില്ലല്ലോ. ഒരാണിന് കഴിച്ചിട്ടാണ് നിന്നാലും ശരി, സ്ത്രീക്ക് വികാരം വരില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം പുരുഷൻ അങ്ങനെയല്ല, പുരുഷന് കാഴ്ച കൂടെയാണ്, അത് കാണുമ്പോൾ തന്നെ അവന് പ്രശ്നങ്ങളുണ്ടാവും, വികാരം ഇളകും അവൻ്റെ. പക്ഷെ സ്ത്രീക്ക് സംസാരത്തിൽ കൂടെ. അപ്പോൾ ഈ സംസാരത്തിൽ കൂടെ സ്ത്രീകളെ വശീകരിക്കാനും ഇതിനും വേണ്ടിക്കാണാണ് ജനങ്ങൾ ഈ ആണുകൾ ഇങ്ങനെ നടക്കുന്നത്. അത് മൊബൈൽ കൂടെ ആയിട്ടോ മറ്റുള്ളതൊക്കെ ആയിട്ടോ അതൊന്നും പിടിക്കലൊക്കെ കണ്ടില്ലേ. സ്കൂളിൽ ഇവിടുന്നായാലും സംസാരത്തിൽ കൂടെ അവരെ വളച്ച് ഒടിക്കാനുള്ള കഴിവ് ഈ പ്രക്രിയ ഇവിടെ നടക്കാൻ ദൈവം തമ്പുരാൻ ആണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരോ ടൈറ്റ് ഡ്രസ്സുകൾ കണ്ടാൽ കാണാം, അവർക്ക് ഫോളോവേഴ്സ് കണ്ടമാനേക്കാർ. നമുക്ക് അറിയേണ്ട കേസല്ലേ, അതിന് അണിറോസല്ല ആരിട്ട് വന്നാലും അങ്ങനെ തന്നെയാണ്. ഒരു അണിറോസിനെ മാത്രം പറയണ്ട, ശരീരം പ്രദർശിച്ചുകൊണ്ട് വരുന്ന ആര് വന്നാലും പുരുഷൻ നോക്കും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞതുപോലെ തന്നെ അവർ കുറേയൊക്കെ മറച്ച് വരണം. ഇവിടെ ഈ സമയത്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ മുൻനിർത്തി സംസാരിക്കേണ്ടത്. പിന്നെ ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരാനുണ്ട്. അവിടെ അവർ വസ്ത്രം ധരിച്ചിരിക്കും, പക്ഷേ അവർ സെക്സി ആയിരിക്കും. പെട്ടെന്ന് ഈ പൻറ്റി എന്നൊക്കെ, ഈ പൻറ്റിയാണ് ഡ്രസ്സുണ്ട്, പൻറ്റിയോ എന്താ പറയുക, സ്ത്രീകളൊക്കെ ഡ്രസ്സുണ്ടല്ലോ ഒട്ടിപ്പിടിച്ചിരിക്കണേ, ഡ്രസ്സുണ്ട്. അതും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതും ഇസ്ലാമിക വേഷമല്ല, അതും പുരുഷനെ ഇതാക്കുന്ന ഓരോ വേഷങ്ങളാണ്. അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പോൾ സ്ത്രീകളെന്ത് ഇത് ഈ ഒരു ബോധം സ്ത്രീകൾക്ക് വേണം. ഏത് നാട്ടിൽ പലതും നടക്കും, ലിംഗം നടക്കും, പുരുഷനെ പല സൈസാണ്. ചിലരൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിയും, ചിലർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ കാണില്ലേ, ചില ബസ്സിൽ നിന്നൊക്കെയാണ് നടക്കുന്നത്. ചില ആണുങ്ങൾ പിടിച്ചാൽ കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന്, ട്രെയിനിൽ നിന്ന്, അവിടെ ബസ്സിലൊക്കെ ഉണ്ടായിപ്പോൾ ട്രെയിനിൽ എന്തിന് പ്രസവ വാർഡിൽ വരെ അല്ലേ, അവരിത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാൽ, ഈ സെക്സിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ പുരുഷൻ മൃഗത്തേക്കാൾ അധമതിക്കുന്നവരാണ്. മൃഗത്തേക്കാൾ അധമതിക്കാരൻ എവിടെ എത്തി, എന്തൊക്കെ ചെയ്യണ്ടി, എന്തൊക്കെ കാട്ടിക്കൂട്ടണ്ടി എന്നുള്ളത് ഇവനറിയാം. മനസ്സിലായോ? അതാണ്. അപ്പോൾ അങ്ങനത്തെ വിഷയം വരുമ്പോഴാണ് ഇവർ ഈ ഓടുന്ന വാഹനമായാലും പാടില്ല, ഇരുന്നാലും അല്ല, വല്ല മരത്തനം മറന്നോ കാട്ടുന്നോ പൊന്തിന്നോ ഇവിടുന്ന് വെച്ചാൽ ഇവന് ഇതിങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രശ്നമാണ്. അത് സൃഷ്ടാവ് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അത് ഇസ്ലാമിക മതത്തിൽ ശരിക്കും വ്യക്തമായിട്ടത് പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അവരത് മസ്ജിദൊക്കെ മറിച്ച് വരുന്നത്.
അപ്പോൾ